ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അവാനന്ദ്. അപ്പം നമ്മളിന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോവാണ്. അപ്പം നമ്മൾ നേരെ ഭാരതി സിറ്റിയിലേക്ക് പോകാനാണ് ഡിസൈഡ് ചെയ്തത്. പക്ഷേ നമുക്കും വഴിതെറ്റി, ഊബറിനും വഴിതെറ്റി. അങ്ങനെ ഭാരതി സിറ്റിയിൽ എത്തണം ഞങ്ങൾ കബോൺ പാർക്കിലെത്തി. അപ്പം നമ്മൾ ഫൈനലി കബോൺ പാർക്കിലെത്തി. അപ്പം നമ്മൾ ബാക്ക് ഗേറ്റിലാണെന്ന് തോന്നുന്നു ഇറങ്ങിയത്. കാരണം ഫോട്ടോ എടുക്കുന്ന സ്പോട്ടൊന്നും കാണാനില്ലായിരുന്നു. അപ്പം നമ്മൾ കുറേ മുന്നോട്ട് നടന്നതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ് നമ്മൾ. അപ്പോൾ ഗൈസ്, ഞാൻ ഒറ്റയ്ക്കില്ല, ഞാൻ ഈ 3 പേരുടെ കൂടെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഈ കാണുന്നത് വേറൊരു വ്ളോഗറാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ കൊടുക്കുക അവരുടെ ID. അപ്പം നമ്മളിത് കഴിഞ്ഞ് നേരെ മെട്രോ കയറി ചർച്ച് സ്ട്രീറ്റ് പോകാൻ വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് പോകാൻ നിൽക്കുമ്പോഴാണ് പണി കിട്ടിയത്. കാരണം ഇത് ഓപ്പൺ ആവുന്നില്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പോയിട്ട് അവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് നമുക്കത് റെഡിയാക്കി കിട്ടിയത്. അപ്പോൾ അവിടെ കയറി പറഞ്ഞതിന് ശേഷം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കി കയറി വന്നു. നമ്മൾ അത് കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ മെട്രോ മിസ്സായി. അപ്പം നമ്മൾ അടുത്ത മെട്രോയ്ക്ക് വേണ്ടി നോക്കി പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗായ്സ്. ഫൈനലി നമ്മുടെ മെട്രോ എത്തി ഗായ്സ്. അപ്പം നമ്മളെല്ലാവരും കൂടി മെട്രോയിലേക്ക് കയറാനുള്ള തിരക്കിലായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, സീറ്റൊന്നും കിട്ടിയില്ല. അപ്പം വെറുതെ അതിൻ്റെ മുകളിൽ തൂങ്ങി നിന്നാണ് ഞാൻ. ദെൻ നമ്മൾ ഇതേ ചർച്ച് സ്ട്രീറ്റിലെത്തി. അപ്പോൾ ഇതേ കാണുന്നതാണ് ചർച്ച് സ്ട്രീറ്റ്. അപ്പോൾ നമ്മൾ നേരെ അവിടേക്ക് നടന്നു. അപ്പം നമ്മുടെ സൈഡിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല നല്ല കുറേ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ വന്നിട്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇവിടെ വരാം. കാരണം ഈ ഹൂക്സിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവ്, 120 ഉള്ളായിരുന്നു 3 പീസിനൊക്കെ. പിന്നെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ചെറിയൊരു സൈഡിൽ വിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്ന ഒരു ചെയിൻ വാങ്ങണം, ഈ ഇവ്ലൈൻ്റെ. അങ്ങനെ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷേ 60 റുപ്പീസിനുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിറ്റാലൊന്ന് വാങ്ങി. അപ്പോൾ ഇവിടെ നല്ല കുറേ കഫേസും കാര്യങ്ങളും ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ വാവ് മോമോ കണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഓഫർ കണ്ടിട്ടാണ് നമ്മളിവിടെ കയറാൻ വിചാരിച്ചത്. അവിടെ കയറിയപ്പോൾ ആ ഓഫർ അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു ഓഫർ ഉണ്ടായിരുന്നു, ഒരു ബർഗറും പിന്നെ മോമോസൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഓർഡർ ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന്. അപ്പം ഞാൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവരത് വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു. ഫൈനലി നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മോമോസ് എത്തി. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, മറ്റേത് സ്ട്രീമിലാണ്, മറ്റേതിൻ്റെ പേര് അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ കഴിക്കുകയാണ് ഗായ്സ്. ഇതിനാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു, അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സ്പൈസി ആയിരുന്നു. പക്ഷെ എന്താ, രണ്ടും കൊള്ളായിരുന്നു. സ്ട്രീമിലാണ് നല്ല ചൂടായിരുന്നു, പക്ഷേ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്രൈ ആക്കിയത് ഈ ഒരു ബർഗറായിരുന്നു. ഇതിൻ്റെ ഫില്ലിങ്സ് വന്നിട്ട് മോമോസ് ആയിരുന്നു, ഫ്രൈഡ് മോമോസ്. പിന്നെ കൂടെ ഈ ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. എൻ്റെ കൂടെ വന്നാൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വഴി കണ്ട എല്ലാ കടകളിലും കയറി നടക്കുമായിരുന്നു. പിന്നെ കുറേ ആയിട്ട് സിലിക്കോണിൻ്റെ ഒരു കേസ് വാങ്ങണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 2 കേസ് വാങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ പോയത് പാച്ചൂസ് റോഡ്സിലേക്കാണ്. അവിടുത്തെ പാച്ചൂസ് റോഡാണ് ഫേമസ് എങ്കിലും ഞങ്ങൾ അവിടെ 2 ബൊബ മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ കുറേ വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും വാങ്ങിയില്ല, ലൈക്ക് ഇത് മാത്രം വാങ്ങി അവിടെ ഇരുന്നു ഞങ്ങൾ. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വഴിക്കായിരുന്നു ഞാൻ. പക്ഷേ വീണ്ടും നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ആവാമെന്നും പറഞ്ഞിട്ടാണ് ആ ബ്ലൂബെറി ചീസ് കേക്ക് ഞാൻ വാങ്ങി കഴിച്ചത്. ലൈക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, പക്ഷെ എങ്ങനെയൊക്കെ കഴിച്ച് ഒപ്പിച്ചു. പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ നേരെ ഊബർ ബുക്ക് ചെയ്ത് നേരെ ഹോസ്റ്റലിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.